ഇന്ന് പാവയ്ക്ക കൊണ്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെയധികം പോഷക ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക. പക്ഷെ പലപ്പോഴും അതിൽ ആ കയ്പുള്ളത് കൊണ്ട് മിക്കവർക്കും തന്നെ കഴിക്കാൻ മടിയടിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. നമ്മൾ ഈ പാവയ്ക്കയുടെ ഒപ്പം ചില ചേരുവകൾ കൂടി ഒന്ന് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ കയ്പ് ഒട്ടും ഫീൽ ചെയ്യാതെ നല്ലൊരു രുചിയിൽ നമുക്കിത് മെഴുക്കുവരട്ടിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു വലിയ പാവയ്ക്കയും പിന്നെ ചെറിയ 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയ ശേഷം ഇതേപോലെ ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ക്യാരറ്റും തൊലി കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ ഒരു വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർക്കാം. ഇനി എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഇപ്പം വെള്ള കാന്താരിയാണ് ചേർക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഈ പാവയ്ക്ക നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോഴും അതുപോലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇഞ്ചി ചേർത്താൽ ഒരു പ്രത്യേക രുചി ഉണ്ടാവും അതിന്. ഇനി ഒരു തണ്ട് കറിവേപ്പില. ഈ സവാള നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി, മുരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്കയും ക്യാരറ്റും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ വറ്റൽമുളക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അത് ചേർക്കാം. ഇനി ഒരു ചേരുവ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്, അതിപ്പോഴല്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഒരു 4-5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നോളും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മറ്റൊരു പ്രധാന ചേരുവ. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനും അതുപോലെ ഈ കയ്പ് വളരെയധികം കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു ചേരുവയാണ് നാരങ്ങ നീര്. ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു രുചിയാണ് നമ്മുടെ ഈ മെഴുക്കുവരട്ടിക്ക്. നമ്മളിപ്പോൾ പാവയ്ക്കയുടെ ഒപ്പം ചേർത്തിട്ടുള്ള ക്യാരറ്റും പിന്നെ സവാളയും അതിൻ്റെ ഒരു ചെറുതായിട്ടൊരു മധുരമുണ്ട്. പിന്നെ ഇപ്പോൾ ചേർത്തിട്ടുള്ള ഈ ചെറുനാരങ്ങ നീരിൻ്റെ ആ ഒരു പുളിപ്പും എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്, ഒരു മാസ്മരിക രുചിയാണ് ഈ മെഴുക്കുവരട്ടിക്ക്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ കുട്ടികൾ പോലും ഇത് കഴിച്ചോളും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.